ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിൽ ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റിയും കൂടുകയും അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കുറയുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് ക്വാണ്ടിറ്റികൾ, അതിൽ ഒരു ക്വാണ്ടിറ്റി കൂടിയാൽ മറ്റേ ക്വാണ്ടിറ്റിയും കൂടുന്നു, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്വാണ്ടിറ്റിയും കുറയുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വെച്ചുള്ളത് ഒരു കണക്ക് നോക്കിയോ. ഇഫ് ദ പ്രൈസ് ഓഫ് 8 banana ഈസ് 40 rupee, then the price of 12 banana. ഇവിടെ നോക്കിയേ, ബനാനയുടെ എണ്ണം തന്നിട്ടുണ്ട്, റുപ്പി തന്നിട്ടുണ്ട് അല്ലേ, വിലയും തന്നിട്ടുണ്ട്. ഓക്കെ, 8 ബനാനയ്ക്ക് 40 രൂപ, 8 ബനാനയ്ക്ക് 40 രൂപ. അങ്ങനെയാണെങ്കിൽ 12 ബനാനയുടെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 8 ബനാനയ്ക്ക് 40 രൂപയാണെങ്കിൽ നമുക്കറിയാം 12 ബനാന, ഇവിടെ ബനാനയുടെ എണ്ണം എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ബനാനയുടെ എണ്ണം ഇൻക്രീസ് ചെയ്തു, 8 നിന്നും 12 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റുപ്പിയുടെ വാല്യൂ എന്തായാലും 8 ബനാനയ്ക്ക് 40 രൂപ ആണെങ്കിൽ 12 ബനാനയുടെ വില എന്ത് ചെയ്യും, കൂടും അല്ലേ, ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെ അതേ നോക്കിയേ, ഈ സൈഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഈ സൈഡും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കണ്ടോ, ഒരു സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറു സൈഡും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മറ്റേ വാല്യൂവും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഇങ്ങനെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വരുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ വാല്യൂസ് അങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സ് എന്ന് കൊടുക്കുക, 8 × x ഗുണിക്കുക, 8 × x ഈക്വൽ ടു ഇടുക. അത് കഴിഞ്ഞ് 12 × 40 ഇങ്ങനെ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ച് എഴുതിയാൽ മതി. 12 × 40 ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 12 × 40 ഡിവൈഡ് 60 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 60 എന്ന് കിട്ടും. അതായത് 12 ബനാനയുടെ വില എത്ര രൂപ കിട്ടി, 60 രൂപ എന്ന് കിട്ടും.